നമ്മുടെ പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതിന്റെ സമാപന സമ്മേളനം ഉത്തരീകണ്ഠം മൈതാനത്ത് ബഹുമാന്യനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യാം. പുതുയുഗ യാത്ര എനിക്കും ജാഥ അംഗങ്ങൾക്കും വലിയൊരു അനുഭവമായിരുന്നു. ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ആ യാത്രയിൽ പ്രതിഫലിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും UDF പ്രവർത്തകർക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ ആ യാത്രയിൽ പങ്കാളികളായി. ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും വലിയ പങ്കാളിത്തം ഈ യാത്രയിൽ ഉണ്ടായത് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യാത്രയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ഞങ്ങളുടെ യാത്രയുടെ ഭൂരിഭാഗവും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. LDF സർക്കാർ തകർത്തു തരിപ്പണമാക്കിയ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ഗൌരവതരമായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഇതുപോലുള്ളൊരു രാഷ്ട്രീയ യാത്ര ചർച്ച ചെയ്യുന്നത്. അതിൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ സമഗ്രമായി തയ്യാറാക്കിയ ഒരു ആരോഗ്യ രേഖയും വിഷൻ ഡോക്യുമെന്റ്, ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊരു വിഷൻ ഡോക്യുമെന്റും പ്രകാശനം ചെയ്യപ്പെട്ടു. 14 ജില്ലകളിലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുണ്ടായതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി. ഞങ്ങൾ യോഗത്തിൽ പൗരപ്രമുഖരെ അല്ല ക്ഷണിച്ചത്. ഞങ്ങൾ വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന, ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വന്നത്. എൻഡോസൾഫാൻ ഇരകൾ ഉൾപ്പെടെ, വന്യജീവി ആക്രമണത്തിന് ഇരയായ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള നിരവധി ആളുകൾ വന്നു. കാർഷിക മേഖലയെ തകർച്ച, നെൽ കർഷകർ, റബ്ബർ കർഷകർ, നാളികേര കർഷകർ, പച്ചക്കറി മേഖലയിൽ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം അവതരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ലോട്ടറി തൊഴിലാളികൾ, KSRTC പെൻഷൻകാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ഭിന്നശേഷിക്കാരായ അവരുടെ മാതാപിതാക്കൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകൾ, PSC റാങ്ക് ഹോൾഡേഴ്സ്, കുഞ്ഞുങ്ങൾ, റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കിൽ ഉണ്ടായിട്ട് പോലും നിയമനം കിട്ടാത്ത പാവം കുട്ടികൾ ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും ഈ 14 ജില്ലകളിലും പൊതുവായ വിഷയങ്ങൾ, സംസ്ഥാന വ്യാപകമായ വിഷയങ്ങൾ വന്നത് കൂടാതെ ഓരോ ജില്ലയ്ക്കും സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഓരോ ജില്ലയ്ക്കും ഞങ്ങൾ ഓരോ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് 2 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കും. ബാക്കി ജില്ലകളിൽ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പകുതി ജില്ലകളിൽ അത് തയ്യാറായി കഴിഞ്ഞു. അപ്പൊ അത് ഓരോ ജില്ലകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അതിനൊരു ടൈം ഫ്രെയിം നിശ്ചയിച്ച് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ ഈ സാമ്പത്തികമായി കേരളം തകർന്നതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വിവിധ മേഖലകളിലുണ്ട്. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗങ്ങളിൽ ആ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ക്രോഡീകരിച്ച് സ്റ്റേറ്റ് വൈഡായിട്ടുള്ള നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങളെല്ലാം തയ്യാറാക്കി.